സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ ഒരു വചനം, പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. നമ്മയൊക്കെ ചിലപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിലെത്തിയിട്ടുണ്ടാവാം. ആർക്കും വേണ്ടാത്ത ചില വ്യക്തികളായിട്ട് നമ്മളെ മാറ്റിയിട്ടുണ്ടാവാം. ഒരു സെന്റൻസ്, വിശുദ്ധ ലിഖിതം നിങ്ങൾ വായിച്ചിട്ടില്ലയോ? വിശുദ്ധ ലിഖിതം വായിക്കുവാൻ ആരംഭിക്കൂ. നിങ്ങളെ തന്നെ അടിസ്ഥാനമായിട്ട് അവർക്ക് ആവശ്യമായിട്ട് വരും. മൂലക്കല്ലായിട്ട് നിങ്ങൾക്ക് അതിനാവശ്യമായിട്ട് വരും. നിങ്ങൾ മറ്റൊന്നും ചെയ്തില്ലെങ്കിലും വിശുദ്ധ ലിഖിതം വായിക്കുക. വിശുദ്ധ ലിഖിതം വായിക്കുമ്പോൾ വായിക്കുന്നതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ടുള്ള ഒരാഗ്രഹം നമ്മിലേക്കുണ്ടാവും. അങ്ങനെ നമ്മുടെ ജീവിതം ക്രമപ്പെടുമ്പോൾ നമ്മെ എല്ലാവർക്കും ആവശ്യവുമായി വരും. അതിനായിട്ടുള്ള വലിയ കൃപാവരം നമ്മിൽ നിറയട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ ഔസേപിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദീപികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.